പെരുമ്പാവൂരിൽ പ്രൊഫസർ സീതാരാമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച മാനവദീപ്തിയുടെ ആഭിമുഖ്യത്തിൽ ഫാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ CM ജോയി യോഗം ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ സീതാരാമന് സ്മരണാഞ്ജലി അർപ്പിച്ച് സഹപ്രവർത്തകരും ശിഷ്യരും പെരുമ്പാവൂരിൽ ഒത്തുചേർന്നു. തിങ്കളാഴ്ച മാനവദീപ്തിയുടെ ആഭിമുഖ്യത്തിൽ ഫാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. പ്രൊഫസർ സീതാരാമന്റെ ഫോട്ടോയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ CM ജോയി യോഗം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഞാൻ 25 വയസ്സിലാണ്, 25-26 വയസ്സ്. ആദ്യമായിട്ടാണ് അത്രയും വലിയ ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ ഞാനൊരു കാര്യം പ്രസന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഈ ഗവേഷണം നടത്തി കുറച്ച് നാളായിട്ടും 5-8 മാസമായിട്ടുള്ളൂ. ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഫാക്ടറികളാണ് ഈ പുഴയിലെ മത്സ്യക്കുരുതിക്കും ആളുകളുടെ കുടിവെള്ളത്തിൽ വിഷം കലക്കുന്നതിന് ഉത്തരവാദികളായിട്ട് ഈ ഫാക്ടറികൾ നടത്തുന്ന ഈ പരിപാടിയിലെ ഞാനൊരു പേപ്പർ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്മാറി. ഞാൻ അവിടെ വെച്ച് പറഞ്ഞ് ഞാൻ സെന്റ് ചെയ്തു. സത്യത്തില് ഗവർണർ വരെ ആദ്യത്തെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിരിക്കുക. സംഗതി സീരിയസ് ആയി. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല നിൽക്കുന്നു. ഞാൻ ഇറങ്ങി. മാനവദീപ്തി ഭാരവാഹി വർഗീസ് പുലിവഴി അധ്യക്ഷത വഹിച്ചു. മാനവദീപ്തി സെക്രട്ടറി ശിവൻ കദളി ആമുഖ പ്രഭാഷണം നടത്തി. കേരള ദർശനവേദി പ്രസിഡന്റ് TM വർഗീസ്, എഴുത്തുകാരൻ MG സുനിൽകുമാർ, സാമൂഹ്യ പ്രവർത്തകൻ അംബേദ്കർ, പൊതുപ്രവർത്തകൻ CK അബ്ദുള്ള എന്നിവർ പ്രൊഫസർ സീതാരാമനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. പ്രമുഖരായ പരിസ്ഥിതി പ്രവർത്തകരുടെ 3 പേരുകൾ എടുത്താൽ അത് രണ്ടാമതോ മൂന്നാമതോ വരുന്നത് യശസ്വീയനായ ബഹുമാന്യനായ പ്രൊഫസർ S. സീതാരാമൻ ആയിരുന്നു. ഒന്നാമതായി വരുന്നത് തീർച്ചയായും സുഗതകുമാർ ടീച്ചർ തന്നെയായിരുന്നു. അന്ന് വിട്ടുപോയി എങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിലെ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ 2 നാമധേയം സുഗതകുമാരി ടീച്ചറുടെയും പ്രൊഫസർ സീതാരാമന്റെയും പേരുകൾ പലപ്പോഴും പല അവസരങ്ങളിലായി പൊതുവേദിയിൽ ഉപയോഗിക്കാറുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ, പ്രത്യേകിച്ച് കടന്നുപോയ പ്രൊഫസർ സീതാരാമനെയും സുഗതകുമാരി ടീച്ചറെ പോലെ ഉള്ള പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ടാണ് അവർ ഭരണകൂടവുമായി നിരന്തരം കലഹിച്ചത്. മാനവദീപ്തി പ്രവർത്തകരായ MK ശശിധരൻ പിള്ള, പോൾ ആത്തുങ്കൽ, KV മത്തായി, K മാധവൻ നായർ, CK പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എളിമയുടെ പ്രതീകമായി യാതൊരു തലക്കലവുമില്ലാതെ പൊതുരംഗത്ത് എല്ലാവരുമായി സഹോദരഭാവം വഹിക്കുകയും യാതൊരു തലക്കലവുമില്ലാതെ ആർക്കും ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല ഒരു തുറന്ന ജീവിതത്തിന്റെയും മനസ്സിന്റെയും ഗുണമായാണ് ഞാൻ ദീർഘമായി ചടങ്ങിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശത്തിന്റെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു നമ്മൾ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.